നമ്മളൊക്കെ മുതിർന്നവരായിരിക്കാം, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അനുഭവങ്ങളാണ്, ഇഷ്ടങ്ങളാണ്, പേടികളാണ് ഇന്നത്തെ നമ്മുടെ പല സ്വഭാവങ്ങളെയും തീരുമാനങ്ങളെയും അറിയാതെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഉള്ളിലെ കുട്ടിയൊന്ന് കേൾക്കാനും സ്നേഹിക്കാനും അവർക്ക് ആവശ്യമുള്ളത് നൽകാനുമുള്ള ഒരു ധ്യാനയാത്രയാണിത്. നമുക്കൊരുമിച്ച് ആ യാത്ര തുടങ്ങാമല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതവും തമ്മിൽ ഒരു അകലമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തോ ഒന്ന് ശരിയല്ല, എന്തോ ഒരു ഭാരം. നമ്മുടെ ഉള്ളിലെ ഈ ഒരു സംഘർഷം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം പലപ്പോഴും നമ്മൾ പോലും ഓർക്കാത്ത നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാവാം. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ഈ ലോകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ അത്ര പോരാന്നോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നോ ഒക്കെയുള്ള ചില വിശ്വാസങ്ങൾ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുതിർന്നാലും ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കും. നമ്മുടെ ഉള്ളിലെ കുട്ടിയാണ് ഈ വിശ്വാസങ്ങളുടെ എല്ലാം താക്കോൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്തെ ഈ ഓർമ്മകളും ഫീലിംഗ്സുമൊക്കെ ഇപ്പോഴും നമ്മളെ വിടാതെ പിന്തുടരുന്നത്? നമുക്കതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മുടെ ഉള്ളിലെ ആ ശബ്ദത്തെ ശരിക്കുമൊന്ന് കേൾക്കാൻ തയ്യാറാവൂ. ഈ പഴയ ചിന്തകളില്ലേ, അതൊരു ചങ്ങല പോലെ നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. മുന്നോട്ടു പോകാൻ സമ്മതിക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ നിർത്തും. പക്ഷെ ഒരു സന്തോഷവാർത്തയുണ്ട്. ഈ കെട്ടുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. അതിനുള്ള വഴി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമുക്കാദ്യം ചെയ്യേണ്ടത് ശാന്തമായൊരിടം കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ ഒരു പൊസിഷനിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറും നെഞ്ചും ഉയരുന്നതും പുറത്തേക്ക് വിടുമ്പോൾ അത് പതിയെ താഴുന്നതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് നിങ്ങളുടെ മനസ്സിനെ പതിയെ ശാന്തമാക്കാൻ സഹായിക്കും. ഇനി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നല്ല തിളക്കമുള്ള ഒരു പ്രകാശത്തെ സങ്കൽപ്പിക്കുക. ഇനി ആ വെളുത്ത പ്രകാശം നിങ്ങളുടെ തലയിലൂടെ ശരീരത്തിലേക്ക് പതിയെ ഒഴുകിയിറങ്ങുന്നുവെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അത് നിങ്ങളുടെ ഓരോ പേശികളെയും സ്പർശിച്ച് എല്ലാ ടെൻഷനും ഇല്ലാതാക്കി കാൽവിരലുകൾ വരെ എത്തുന്നു. ആ ഒരു സുഖം ആസ്വദിക്കൂ. ഇനി അടുത്തതായി നമുക്ക് മനസ്സിൽ നമുക്ക് മാത്രമുള്ള ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കാം. നമ്മുടെ ഉള്ളിലെ കുട്ടിക്ക് ഒരു പേടിയുമില്ലാതെ പൂർണ്ണ സുരക്ഷിതത്വത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരിടം. ഓർക്കുക, ഇത് നിങ്ങളുടെ മാത്രം സ്വകാര്യ ഇടമാണ്. ഈ സേഫ് സ്പേസ് എവിടെ വേണമെങ്കിലും ആവാട്ടോ. ചിലപ്പോൾ അത് പൂക്കൾ നിറഞ്ഞൊരു പുൽമേടായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ നിറഞ്ഞ നല്ല ശാന്തമായൊരു മുറിയായിരിക്കാം. ആ സ്ഥലത്തെ ഓരോ ചെറിയ കാര്യങ്ങളും മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. അവിടുത്തെ നിറങ്ങൾ, ശബ്ദങ്ങൾ, എന്നിന് ഗന്ധങ്ങൾ വരെ. ആ ഒരു സുരക്ഷിതത്വം ശരിക്കും അനുഭവിക്കൂ. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ആ സുരക്ഷിത സങ്കേതത്തിലിരുന്നുകൊണ്ട് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ അങ്ങോട്ട് ക്ഷണിക്കാം. ഈ വാക്കുകൾ മനസ്സിൽ പറഞ്ഞാൽ മതി. എന്റെ ഉള്ളിലെ കുട്ടിയെ ഈ സുരക്ഷിത സ്ഥലത്ത് വന്ന് എന്നോടൊപ്പം ഇരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. ഇതൊരു നിർബന്ധമല്ല, സ്നേഹത്തോടെയുള്ളൊരു ക്ഷണമാണെന്ന് ഓർക്കുക. ഇനിയാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയുമായിട്ടുള്ള സംഭാഷണം. ആ കുട്ടിയുടെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. അവരുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കൂ. ഓർക്കണം, അത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ഓർക്കണം, നമ്മളിവിടെ അവരെ ചോദ്യം ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ അല്ല ഇരിക്കുന്നത്. ക്ഷമയോടെ, സ്നേഹത്തോടെ അവർക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ളൊരവസരമാണിത്. ഒരു വിധിതീർപ്പുമില്ലാതെ അവരെ കേൾക്കുക. അവരോട് സംസാരിച്ചു തുടങ്ങാൻ വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട. വളരെ പതിയെ സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാൽ മതി. നിനക്കെന്തു തോന്നുന്നു? ഈ ചോദ്യം ആ കുട്ടിയോട് സ്നേഹത്തോടെ ചോദിക്കുന്നത് ഒന്ന് സങ്കൽപ്പിക്കൂ. ഉത്തരം എന്തു തന്നെയായാലും അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് അവരെ അറിയിക്കുക. ഒരുപക്ഷേ ആ കുട്ടിയുടെ ഉത്തരം ഇങ്ങനെയായിരിക്കാം: ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ മുതിർന്നവരായ നമുക്കുപോലും ഇന്നും ഈ തോന്നലുകൾ വരാറില്ലേ? അതിന്റെ എല്ലാം തുടക്കം ഒരുപക്ഷേ ഇവിടെ നിന്നായിരിക്കാം. അപ്പോൾ നമ്മൾ കേട്ടു. പക്ഷേ ഇനിയെന്തു ചെയ്യും? ഇതാണ് ശരിക്കും ഏറ്റവും നിർണായകമായ ഘട്ടം. നമ്മുടെ പ്രതികരണം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളോട് എങ്ങനെ സ്നേഹത്തോടെ പ്രതികരിക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന വികാരങ്ങളെ അംഗീകരിക്കുക, അത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുക എന്നതാണ്. അല്ലാതെ അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞവരെ തിരുത്താനോ അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ്സിനെ ജഡ്ജ് ചെയ്യാനോ ശ്രമിക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും അവരെ കേൾക്കേണ്ടത്? ഒന്നാമതായി, തുറന്ന മനസ്സോടെ അവർ പറയുന്നത് എന്താണോ അത് അതേപടി സ്വീകരിക്കുക. അവരുടെ വികാരങ്ങളെ വില കുറച്ച് കാണരുത്.
ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒരു കെട്ടിപ്പിടുത്തമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്ന് പിടിക്കാനോ ആയിരിക്കും. ആ സ്നേഹം അവർക്ക് കൊടുക്കുക. ഇതൊരു നല്ല ഉദാഹരണമാണ്. ആ കുട്ടി പറയുകയാണ്, എനിക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ അവരോട് പറയുകയാണ്, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി ഇവിടെയുണ്ട്. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് അവരേറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഇതായിരിക്കാം. ശരി, ഈ ഉള്ളിലേക്കുള്ള യാത്രയൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തു മാറ്റമാണ് വരാൻ പോകുന്നത്? ഈ രോഗശാന്തിയുടെ ഫലങ്ങൾ നമ്മുടെ ഓരോ ദിവസത്തിലും എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് നോക്കാം. ശരിക്കും ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പണ്ട് നടന്ന കാര്യങ്ങൾ പോയി തിരുത്തുന്നതല്ല. മറിച്ച് ഇന്നത്തെ നിമിഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളെയും, നല്ലതിനെയും മോശമെന്ന് നിങ്ങൾ കരുതുന്നതിനെയും ഒരുപോലെ സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുന്നതാണ്. നിങ്ങളിത് സ്ഥിരമായി ചെയ്യാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ചില മാറ്റങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. വിഷമം വരുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കാൻ നിങ്ങൾ പഠിക്കും. ഏറ്റവും പ്രധാനമായി, പഴയ കാലത്തിന്റെ ഭാരമില്ലാതെ ഇന്നത്തെ നിങ്ങൾ ആരാണോ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഇവിടെ തീരുകയാണ്. പക്ഷേ നിങ്ങളുടെ ശരിക്കുള്ള യാത്ര ഇപ്പോഴാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു നിമിഷമൊന്ന് കണ്ണടച്ചിട്ട് സ്വയം ചോദിച്ചു നോക്കൂ, എന്റെ ഉള്ളിലെ കുട്ടിക്ക് ഇന്ന് എന്നിൽ നിന്ന് എന്താണ് കേൾക്കേണ്ടത്? ആ ഉത്തരത്തിന് ചെവി കൊടുക്കുക.